ലാവോസിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായ വാങ്വിയാങ്ങിലൂടെ നമുക്കൊരു സഞ്ചാരത്തിന് പോയാലോ? ഒന്നും നോക്കിയില്ല, നേരെ ഒരു 2 വീലർ റെൻറ്റിനെടുത്തു. പോകുന്ന വഴിയിലെല്ലാം വളരെ നയനമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഒരു തായ്ലൻഡോ ഒരു വിയറ്റ്നാമോ കംബോഡിയോ ഒന്നും നിങ്ങളിവിടെ പ്രതീക്ഷിക്കരുത്. പക്ഷേ പ്യുവറായിട്ടുള്ള നാച്ചുറൽ ബ്യൂട്ടിക്ക് ഏറ്റവും പേര് കേട്ട ഒരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിഷമവും നഷ്ടമായി പോയെന്ന് നിങ്ങൾക്ക് തോന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇങ്ങനെ പോയി ഞാൻ എത്തുന്നത് ഒരു ബ്ലൂ ലഗൂൺ കാണാനാണ്. ബ്ലൂ ലഗൂൺ എന്നാണ് ഇതിൻ്റെ പേര്, എങ്കിലും ഇത് ബ്ലൂ ലഗൂൺ അല്ല. എനിക്ക് തോന്നിയത് പച്ചയും നീലയും കൂടെയൊക്കെ ഉള്ള മിക്സ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ടർക്കോയിസ് അല്ലെങ്കിൽ അക്വാമറൈൻ കളർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു സെറ്റപ്പാണ്. ദൂരെ മലയുടെ കാഴ്ചയിൽ അതിൻ്റെ ആ ഒരു താഴ്വാരത്തിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു ലഗൂൺ അല്ലെങ്കിൽ ഇതൊരു ചെറിയ ഒരു കുളം പോലെ നമുക്ക് വിചാരിക്കാം. അങ്ങനെ ഒരു കുളം ഇവിടെ ഉണ്ട്. അത് കാണാനായിട്ടാണ് ഞാനിവിടെ വന്നത്. വരുമ്പോൾ ഉണ്ട് ഇവിടുത്തെ പിള്ളേരും ടൂറിസ്റ്റുകളൊക്കെ ചെയ്യുന്ന പരിപാടി ഇതാണ് കേട്ടോ. സ്വിമ്മിങ് അറിഞ്ഞൂടാ എന്നുള്ളതിൽ എനിക്ക് ഏറ്റവും ദുഃഖവും വിഷമവും ആ ഒരു നഷ്ടബോധമൊക്കെ തോന്നിയത് ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോഴാണ്. ഇത് നല്ല ആഴമുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ സ്വിമ്മിങ് അറിഞ്ഞുകൂടാത്തവർക്ക് ഇവർ ആ ഒരു ലൈഫ് ജാക്കറ്റും ആ ഡിങ്കി പോലത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഞാൻ ഒറ്റയ്ക്കാണ് ലാവോസ് ട്രിപ്പിൽ വന്നത്. അപ്പോൾ എനിക്കിവിടെ ഇറങ്ങാനായിട്ട് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നേരം അതുകൊണ്ട് ആ ഒരു വിഷമത്തിൽ പിള്ളേർ ചാടുന്നതും ഒക്കെ കണ്ട് കുറച്ച് സമയം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ലാവോസിൽ ഈ ബ്ലൂ ലഗൂൺ എന്ന് പറയുന്നത് ഏകദേശം 6 ബ്ലൂ ലഗൂണോളം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ബ്ലൂ ലഗൂൺ 1 ആണ്. ബ്ലൂ ലഗൂണിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളുള്ളത്. ഞാൻ വന്നിരിക്കുന്നത് ബ്ലൂ ലഗൂൺ 3യിലാണ്. ബ്ലൂ ലഗൂൺ 3യും നല്ല ഭംഗിയാണ്.